ഞാനൊരു ഹോമോസിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഹോമോസിസ്റ്റീൻ നമ്മൾ ബ്ലഡിൽ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ചിലർക്കൊക്കെ ഫാമിലി പരമായിട്ട് കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും നമ്മുടെ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ വൈറ്റമിൻ B12 ഫോളിക് ആസിഡും കുറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ B12 ഫോളിക് ആസിഡും അതേപോലെ തന്നെ നല്ലൊരു ഡയറ്റും എക്സർസൈസും ഉണ്ടെങ്കിൽ ഈ ഹോമോസിസ്റ്റീൻ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞതില് ഒരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ രക്തസമ്മർദ്ദം 130/80 എന്ന നിലയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവുകോലായ HbA1c 6.5 കൂടാതിരിക്കുകയും കൊളസ്ട്രോളിന്റെ അളവ് 180 ട്രൈഗ്ലിസറൈഡ് 150 അല്ലെങ്കിൽ 160 മാക്സിമം, LDL 120, HDL ആവറേജ് 45 മുകളിൽ നിയന്ത്രിക്കുകയും അമിതവണ്ണം ബോഡി മാസ് ഇൻഡെക്സ് 25 താഴെ കുറയ്ക്കുകയും പുകവലി തീർത്തും ഒഴിവാക്കുകയും ചെയ്താൽ സ്ട്രോക്ക് മാത്രമല്ല ഹാർട്ട് അറ്റാക്കും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സ്ട്രെസ് മാനേജ്മെന്റ് ഇൻ യുവർ ലൈഫ്, ഇതിന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, എക്സർസൈസ് ചെയ്യാം, നമ്മുടെ നേച്ചറിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, റിലാക്സ് ചെയ്യാം, നല്ല ഉറക്കം നമുക്ക് എപ്പോഴും റീചാർജ് ചെയ്യപ്പെടും. നമ്മൾ സോഷ്യലി കണക്റ്റബിൾ ആയിരിക്കുക, പക്ഷെ സോഷ്യൽ മീഡിയയിലല്ല, നമ്മൾ അല്ലാതെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടുക. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക, ലിസ്റ്റ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് സ്ട്രെസ് മാനേജ്മെന്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി എക്സർസൈസ്, ഏത് തരത്തിലുള്ള എക്സർസൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ കാണുന്ന പടങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും എക്സർസൈസ് ഏറ്റവും ഉത്തമം ഒരു 30 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള നടത്തം ആഴ്ചയിൽ 5 ദിവസം. ഇതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ബാക്കി അത് കൂടുതൽ നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് നമ്മൾ സ്ട്രോക്കിൽ സംഭവിക്കുക? ഏകദേശം 10% ആൾക്കാരും മരിച്ചു. 10% ആൾക്കാർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരു കെയറിലാണ്. അപ്പൊ അവർക്ക് നമുക്കൊരു നഴ്സിംഗ് കെയർ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു 20% ആൾക്കാരിൽ നമുക്ക് മൈൽഡ് ഇമ്പയർമെന്റ് ആണ്. അവർക്ക് നമുക്കൊരു റീഹാബിലിറ്റേഷൻ വേണ്ടി വരില്ല. പക്ഷെ 40 മുതൽ 50% വരെ ആൾക്കാർക്ക് റീഹാബിലിറ്റേഷൻ വേണ്ടി വരും. ഇവർക്കുണ്ടാകുന്ന ഇമ്പയർമെന്റ് നമുക്ക് ഒരു വശം പറയാം. 90% ആൾക്കാർക്ക് ബാലൻസ് ഇമ്പയർഡ് ആവാം, കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവാം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, അവരുടെ ബ്ലാഡറിന് അതായത് മലമൂത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആഹാരം കഴിക്കാൻ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ പക്ഷാഘാതത്തിനുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒരു വശം തളർന്നു പോവുക, ബാലൻസ് നഷ്ടപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായി വരിക. അപ്പൊ നമ്മളൊരു ട്യൂബ് ചിലപ്പോൾ ഇടേണ്ടി വരും. കാഴ്ചശേഷി കുറവ് സംഭവിക്കാം, കേൾവിക്കും കുറവ് സംഭവിക്കാം, നമ്മുടെ കോഗ്നീഷൻ അഥവാ അവബോധം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻകോണ്ടിനന്റ് ആവാം, മലമൂത്ര വിസർജനം ശരിയാകാതെ പോവാം. ഇത് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കോംപ്രിഹെൻഷൻ, എന്താണ് കോംപ്രിഹെൻഷൻ? നമുക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ, റീഡിങ്ങിനുള്ള പ്രശ്നം, റൈറ്റിങ്ങിനുള്ള പ്രശ്നം, ഒബ്ജക്റ്റ് നെയിം ചെയ്യാനുള്ള പ്രശ്നം, കാൽക്കുലേഷൻ ഉള്ള പ്രശ്നം, അതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കോർഡിനേഷൻ നഷ്ടപ്പെടുക, ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോവുക, നമുക്ക് സെൻസേഷൻ ഇല്ലാണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവുക. അപ്പൊ നമുക്ക് എന്താണ് ഒരു റീഹാബിലിറ്റേഷൻ വേണ്ടത്? നമുക്ക് വി നീഡ് ടു ഇംപ്രൂവ് മസിൽ പവർ ഉണ്ടാക്കണം, ബാലൻസ് ഇംപ്രൂവ് ചെയ്യണം, ഹാൻഡ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം, ബ്രെയിൻ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം, നമുക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ട്രെയിൻ ചെയ്യണം, പെയിൻ കുറയ്ക്കണം, മസിൽ ശ്വാസം കുറയ്ക്കണം, നമുക്ക് ആഹാരം കഴിക്കാനും കുടിക്കാനും നമുക്ക് ട്രെയിനിങ് വേണം, ഫാമിലിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ ഒരു വലിയ പാർട്ടാണ് നമ്മൾ ഇവരെ സോഷ്യലി റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. ഈ പക്ഷാഘാത രോഗികളുടെ പുനരധിവാസം എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. അതിൽ റീഹാബിലിറ്റേഷൻ മെഡിസിൻ ഫിസിഷ്യൻ അഥവാ ഫിസിയാട്രിസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ലീഡർ. അസിസ്റ്റഡ് വിത്ത് ന്യൂറോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, റീഹാബിലിറ്റേഷൻ നഴ്സ്, സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ വർക്കർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, പ്ലേ തെറാപ്പി തുടങ്ങിയ ഒരുപാട് സങ്കേതങ്ങളെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ ചികിത്സയാണ് നമുക്ക് ആവശ്യം. അതിനാണ് ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറുടെ ആവശ്യം. അപ്പൊ സ്ട്രോക്കിന് ശേഷം എന്നാണ് നമുക്ക് ഇത് തുടങ്ങാൻ പറ്റുക? സ്ട്രോക്കിന് ശേഷം ഈ രക്തസമ്മർദ്ദം, പ്രമേഹം, വൃക്കകളുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം ഇവയൊക്കെ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ ചികിത്സ ആക്ച്വലി ഈ സ്ട്രോക്കിലെ ICUവിൽ തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പം സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് ആദ്യത്തെ ഒരു 7-8 ദിവസം കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് സ്ട്രോക്കിന് സിവിയർ ഡിസബിലിറ്റീസ് ഉണ്ട് എന്ന് വരികില്
അതിനുള്ള സൗകര്യങ്ങളുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ആദ്യത്തെ 3 മാസത്തിനകത്ത് നമുക്ക് എന്താണോ കിട്ടുക അതായിരിക്കും പലപ്പോഴും നമുക്ക് ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. മാക്സിമം നമുക്ക് 9 മാസം വരെ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. തെറ്റായ വ്യായാമങ്ങൾ, ബോൾ എക്സർസൈസ്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, കമ്പ്യൂട്ടർ ഗെയിംസ്. കാരണം ഇപ്പം പഴയ രീതിയിലല്ല, നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് നമ്മൾ ഉപയോഗിക്കും. മ്യൂസിക് തെറാപ്പി, ഭാഷാ സോഫ്റ്റ്വെയറുകൾ, വീഡിയോ ഫീഡ്ബാക്ക്, ബ്രെയിൻ ട്രെയിനിങ് സോഫ്റ്റ്വെയർ, പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ്. പിന്നെ ഇത് കൂടാതെ ഹൈപ്പർബാറിക് ഓക്സിജൻ ചേംബറിൽ ഇരുത്തുന്ന ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചില പേഷ്യൻസിന്റെ പടങ്ങളാണ് സസ്പെൻഷൻ ഫ്രെയിം. പിന്നെ ഈ പേഷ്യൻസിന് പലപ്പോഴും ഉണ്ടാകുന്ന ചില ഭയാശങ്കകളുണ്ട്. ഞാൻ എത്ര കാലം ജീവിക്കും, ഞാൻ മരിക്കുമോ? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവര് അഡ്ജസ്റ്റഡ് ആവും. പിന്നെ പലപ്പോഴും സ്ട്രോക്ക് വന്ന പേഷ്യൻസ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അതേപോലെ തന്നെ സ്ട്രോക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ. നമ്മുടെ ജോലി പോയി, നമ്മുടെ ഫൈനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ടായി, നടക്കാൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, മൂത്രം ശരിക്കും ഒഴിക്കാൻ സാധിക്കുന്നില്ല, ട്യൂബ് ഇട്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യം. പക്ഷെ ഇതൊരു 6 മാസത്തിൽ കൂടുതൽ നമ്മൾ ഈ പേഷ്യൻസ് നിരാശ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് കൊടുക്കണം. കൊടുത്ത് ഈ പേഷ്യൻസിനെ അവരുടെ ആ ഡിപ്രഷനിൽ നിന്ന് ഇവരെ നമ്മൾ കരകയറ്റേണ്ടി വരും. പിന്നെ ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് ആശയവിനിമയം. ഇതിലെ അഫേസ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 പാർട്ടുണ്ട്. 1 കോംപ്രിഹെൻഷൻ, 2 റെപ്പറ്റീഷൻ, 3 സ്പീച്ച്. ഇതിനകത്ത് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പറയുമ്പോൾ ഇത് നിങ്ങൾ ഇടത്തെ കൈ ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് കൈ ഉയർത്താനാണ് പറയുന്നത് എന്ന് നമ്മുടെ ബ്രെയിൻ രോഗിക്ക് മനസ്സിലാകാതിരിക്കുക. അതിനാണ് അഫേസ്യ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ പേഷ്യൻസിന് ഗ്ലോബൽ അഫേസ്യ വരും. ഗ്ലോബൽ അഫേസ്യ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് മനസ്സിലാവില്ല, പറയാൻ സാധിക്കില്ല, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ളപ്പോൾ രോഗിയായിട്ട് നമ്മൾ ഒരുപാട് വളരെ ലളിതവും ചെറുതുമായിട്ട് സംസാരിച്ച് നമ്മൾ ഈ രോഗിയെ ട്രെയിൻ ചെയ്യേണ്ടി വരും. സ്പീച്ച് തെറാപ്പിക്ക് നമ്മൾ സാധാരണ ഒരു സ്പീച്ച് തെറാപ്പി പോലെ അല്ല. സ്ട്രോക്ക് പേഷ്യൻസിന് നമ്മൾ ഉപയോഗിക്കാൻ പലപ്പോഴൊക്കെ മലയാളം സോഫ്റ്റ്വെയർ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ആ ആന, ആ ആ ആന, ഈ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഇവർക്ക് കാർഡ്സ്, ചാർട്ട്സ്, പിന്നെ ഇവരുടെ ഫോട്ടോസ്, പഴയ ഫോട്ടോസ്, ഇവരുടെ മക്കളുടെ ഫോട്ടോസ്, ഒടുവിലെ ആൽബം, ഇതെല്ലാം കാണിച്ച് നമ്മൾ ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരും. ചിലർക്ക് നമുക്ക് സംസാരിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓറൽ സ്റ്റിമുലേഷനും എക്സസൈസും നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മെലോഡിക് ഇന്റോണേഷൻ തെറാപ്പി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാട്ടിന്റെ രൂപത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പഴയ വഞ്ചിപ്പാട്ടുണ്ട്, അപ്പൊ അത് നമ്മൾ ഈ പേഷ്യന്റിന് എനിക്ക് വെള്ളം വേണം, അത് നമ്മൾ ചിലപ്പോൾ ഈ പേഷ്യന്റ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി, പേഷ്യന്റ് നന്നായിട്ട് പാട്ട് പാടും. ചിലപ്പോൾ അതൊരു ഭക്തിഗാനമായിരിക്കാം. അപ്പൊ ആ ഭക്തിഗാനം നന്നായിട്ട് പാടും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ പാട്ടിന്റെ രൂപത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നതിനാണ് മെലോഡിക് ഇന്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ഒരു എക്സാമ്പിൾ ആണ്. നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറയുക. അത് ചിലപ്പോഴും സാധിക്കും, ചിലപ്പോൾ സാധിക്കില്ല. അത് കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വേണം നമ്മളിത് ചെയ്യിക്കാനായിട്ട്. പിന്നെ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആംഗ്യഭാഷ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ വസ്തുക്കൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചിത്രങ്ങളുടെ അക്ഷരങ്ങളുടെ സഹായത്തോടെ ആയിരിക്കും വിശദീകരിക്കാൻ പറ്റുന്നത്. ഇത് കൂടാതെയുള്ള ഡിസാർത്രയ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സംസാരിക്കാൻ പറ്റും, പേഷ്യന്റ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സംസാരം വ്യക്തമല്ല, ക്ലിയർ അല്ലാതെ വരിക. അതിനാണ് നമ്മൾ ഈ എഫേസിയും ഡിസാർത്രയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഡിസാർത്രയ ഉള്ള പേഷ്യൻസിന് നമ്മൾ മുമ്പേ കണ്ട വീഡിയോ പോലെ പതുക്കെ സംസാരിക്കുക, എല്ലാം പറയിപ്പിക്കുക, വാ തുറന്ന് സംസാരിക്കാൻ പറയുക. ഇത് ഇപ്പൊ നമ്മൾ പേഷ്യന്റിനെ നമ്മളൊരു പിക്ചർ ചാർട്ട് കാണിക്കുകയാണ്. പിക്ചർ ചാർട്ട് കാണിച്ചിട്ട് പേഷ്യന്റിനോട് പറയും നമ്മൾ ഇത് ഏതാണ്, എവിടെയാണ് പച്ചക്കറികൾ നമ്മൾ ഓരോന്നായിട്ട് നെയിം ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ കളർ പറയാൻ സാധിക്കും. പിന്നെ അപ്രാക്സിയ, ഈ എഫേസിയും ഡിസാർത്രയും കൂടാതെ ഒരു സംഗതിയാണ് അപ്രാക്സിയ. അപ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യത്തിൽ പേഷ്യന്റിന് സംസാരിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ അപ്രാക്സിയ നമുക്ക് സംസാരത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ കൈക്ക് ആവശ്യത്തിന് പവർ ഉണ്ടാവും, പക്ഷെ നമ്മൾ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആ സമയത്ത് കൈ ഉയർത്തില്ല. കാരണം അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ സിസ്റ്റം ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനാണ് അപ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, കപ്പിന് പകരം ഷോപ്പ്, ടപ്പ്, കൂട്ടെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് എന്താണ്, അപ്പൊ നമ്മൾ
ഒരു ഗ്ലാസ് ഡാഷ് വേണം, പിന്നെ അത് എന്താണെന്ന് നമ്മൾ പൂരിപ്പിക്കുക. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യിച്ച് അനേകം പ്രാവശ്യം ചെയ്യിച്ചാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഇതിപ്പോ നമ്മള് പേഷ്യന്റിനോട് പറയാണ്. അതെ, അപ്പൊ അടുത്ത സ്റ്റേജിൽ നമ്മള് കായും ലായും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ചേർത്ത് കാറാക്കും. ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മുടെ ചെവിയിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് പിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ആ ആന, അപ്പൊ അങ്ങനെ ആ സ്പീച്ച് തെറാപ്പി നമ്മൾ ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാട്ടിന്റെ രീതിയിൽ അവരുടെ സംസാരം നന്നാക്കും. പക്ഷെ ചില പക്ഷാഘാത രോഗികൾക്ക് പെർസെപ്ച്വൽ ഡിഫിസിറ്റ് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഇടതുവശം തളർന്നു പോയിട്ടുള്ള ആൾക്കാർ. അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുവശം അവരങ്ങ് നെഗ്ലക്ട് ചെയ്യും. അപ്പൊ ഇടതുവശം ഉണ്ടെന്ന് അവർക്കൊരു തോന്നലില്ല. അവരോട് നടക്കാൻ പറഞ്ഞാൽ അവരങ്ങ് എഴുന്നേറ്റ് നടക്കുകയും വീണു പോവുകയും ചെയ്യും. അതുപോലെ ഇടത്തെ ഭാഗമേ അവരങ്ങ് മറന്നു കളയും. അപ്പൊ അതാണ് പെർസെപ്ച്വൽ ഡെഫിസിറ്റ്. ഇത് കൂടുതലും ഇടത് ഭാഗം തളരുന്ന ആൾക്കാർ. അതേസമയത്ത് അഫേസിയ കൂടുതലും വലത് ഭാഗം തളരുന്നത്. നമുക്കൊക്കെ അറിയാം വലത് ഭാഗമാണ് നമ്മുടെ ഡോമിനന്റ് സൈഡ്. അതില് നമ്മുടെ ബ്രെയിനിന്റെ ഡോമിനന്റ് സൈഡ് ഇടതുവശത്താണ്. അപ്പൊ ഇടതുവശത്ത് ഒരു മേജർ സ്ട്രോക്ക് വരുമ്പോഴാണ് വലതുഭാഗം തളരുന്നത്. അപ്പൊ വലതുഭാഗം തളരുന്ന രോഗികളിലാണ് കൂടുതലും നമുക്ക് സ്പീച്ചിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ഇടഭാഗം തളർന്ന് പെർസെപ്റ്റീവ് ഡെഫിസിറ്റ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ പ്രത്യേകിച്ച് ആ വശത്ത് നിന്ന് നമ്മൾ സംസാരിക്കണം. ആ വശത്തെ നമ്മൾ എപ്പോഴും കട്ടിലിടുക. അപ്പൊ അങ്ങനെ ആ രീതിക്ക് അവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കാൻ പറയാം.